ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ റവ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ നല്ലപോലെ വഴറ്റി നാളികേരമൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റവയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ CSEBയുടെ എക്സാം പുതുതായിട്ട് വരുന്നുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ട് ഈ മാസം ലാസ്റ്റ് വരെ ഡേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 10th അതുപോലെ തന്നെ കോപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടിയ നല്ലൊരു ജോബാണല്ലോ. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ലോ പഠിക്കാമെന്ന് വിചാരിച്ചു. ലോ നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്ക് ലോയാണ് കുറേ ഞാൻ മറന്നു പോകും. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ നിൽക്കാത്തൊരു സബ്ജക്റ്റാണ് ലോ. പിന്നെ അത്രയും തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ലോയും ബാങ്കിങ്ങും അക്കൗണ്ടൻസിയും അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളൊക്കെ ചേർന്നിട്ടാണ് നമുക്കൊരു 60-70 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ എല്ലാത്തിനും ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ അത് കാരണം കുറച്ച് ലോയൊക്കെ ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ അത്യാവശ്യം നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ നല്ല പോലെ പഠിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ദിവസം ഒന്നും ഇരുന്ന് പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ എക്സാമിന് കുറച്ച് മുന്നേ ഇരുന്ന് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കിങ്ങനെ ട്രൈ ചെയ്താണല്ലോ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കൊരു ബൈ ഹാർട്ട് ആവും, നമ്മൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇരിക്കുകയാണ്. ലോ പഠിക്കാമെന്ന് വിചാരിച്ചു. ലോ ആണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ ഒരു ദിവസം ഒരു 2 ചാപ്റ്റർ വെച്ചു നല്ല രീതിയിൽ പഠിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ആയിട്ട് എടുത്തത്. വകുപ്പ് 1ഉം 2ഉം ഒക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് സെക്ഷനുകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വൺ വേർഡായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചത് ബുക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ രജിസ്ട്രേഷൻ്റെയും ബൈലോടൊക്കെ കുറച്ച് നോട്ട്സും കൂടെ ഒന്ന് ആ ഡേറ്റുകളും അതുപോലെ തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഓഡിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ കഴിഞ്ഞ എക്സാമിന് ഓഡിറ്റിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് ഞാൻ പക്ഷേ രജിസ്ട്രേഷൻ്റെയും ബൈലോടെയും കൃത്യമായിട്ടുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഇനി അതൊക്കെ ചോദിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഡേറ്റൊക്കെ ഒന്ന് എഴുതി വെക്കുകയായിരുന്നു. ഡേറ്റും കാര്യങ്ങളും ഡേറ്റല്ല കേട്ടോ, എത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ളത് സംഭവം ഉണ്ടല്ലോ, എത്ര ദിവസം ഡേ എന്നുള്ളത് എഴുതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു 1 വേർഡൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് മൊത്തം ടെക്സ്റ്റ് നിന്ന് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമ്മൾ മറിച്ച് നോക്കുമ്പോഴായാലും നമ്മൾ ബുക്സൊക്കെ കൊണ്ടുപോകുമല്ലോ എക്സാമിന്. അപ്പോൾ മറിച്ച് നോക്കുമ്പോഴായാലും നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റും തോന്നും. അപ്പോൾ അതാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു നോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബുക്ക് എടുത്തത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.